ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ക്യാരറ്റ് കേക്കാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എൻ്റെ കയ്യിൽ മെഷറിംഗ് കപ്പ് ഇല്ലാത്തതിനാൽ ഇതുപോലൊരു ഗ്ലാസ്സാണ് ഞാൻ മെഷറിംഗ് കപ്പായിട്ട് എടുത്തിട്ടുള്ളത്. ഒരു ഗ്ലാസ് മൈദ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇതേ അളവിൽ തന്നെയാണ് ഞാൻ പഞ്ചസാരയും എണ്ണയും ഒക്കെ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുത്താൽ മതിയാകും. 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് തൊട്ട് 1 കപ്പ് വരെ ആകാം. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് 1 കപ്പ് വരെ ആകാം. 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. 2 കോഴിമുട്ട കൂടി എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഞാൻ ചെറുതായി പൊടിച്ചു വെച്ചിട്ടുണ്ട്. നല്ല പേസ്റ്റ് ആക്കിയിട്ടില്ല. നമുക്ക് മാവ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 പിഞ്ച് ഉപ്പ് കൂടി ഇടാം. ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി കൂടി ഇടുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പും ബേക്കിംഗ് പൗഡറും സോഡാപ്പൊടിയും ഒക്കെ മാവിൻ്റെ എല്ലാ ഭാഗത്തും നന്നായി പിടിക്കണം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഒന്ന് അരിച്ചെടുത്താലും മതി. ഞാനിവിടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 കോഴിമുട്ട മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് പൊടിച്ചു വെച്ച പഞ്ചസാര ഇട്ട് നന്നായി ബീറ്റ് ചെയ്യാം. ഇപ്പോൾ മുട്ടയും പഞ്ചസാരയും നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ബീറ്റ് ചെയ്തെടുത്ത മുട്ടയുടെയും പഞ്ചസാരയുടെയും ഓയിലിൻ്റെയും മിക്സ് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ടയുടെ സ്മെല്ലൊക്കെ മാറി വരുന്നതിന് വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ച ക്യാരറ്റ് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ക്യാരറ്റൊക്കെ നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാവ് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഒരു 3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ മാവിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒരു വശത്തേക്ക് മാത്രം മിക്സ് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് മിക്സ് ചെയ്താൽ മാവിൻ്റെ ടെക്സ്ചർ മാറിപ്പോവും. ഫോൾഡ് ചെയ്ത് എടുത്താൽ മതി. ഇനി നമുക്ക് കുറച്ച് മാവ് കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ബാക്കി വന്ന മാവ് കൂടി ഇതിലേക്കിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുത്താൽ മതി. ഒരുപാട് നേരം ഇങ്ങനെ മിക്സ് ചെയ്യേണ്ട കാര്യമില്ല, ഇത് മതിയാകും. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലൊരു പാത്രമാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ തടവി വെച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാറ്ററി ഒഴിച്ചു കൊടുക്കാം. ഫോർക്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും കറക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ പോകുന്നതിന് വേണ്ടിയാണ്. ഞാൻ കുക്കറിലാണ് കേക്ക് ഉണ്ടാക്കുന്നത്. 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്ത കുക്കറാണിത്. ഇതിലേക്ക് കേക്കിൻ്റെ ബാറ്ററി വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് 30 മിനിറ്റ് ആകുമ്പോഴേക്കും ഒന്ന് തുറന്നു നോക്കാം. ഇതിനു മുമ്പ് യാതൊരു കാരണവശാലും നിങ്ങൾ തുറന്നു നോക്കരുത്. കേക്കിൻ്റെ ടെക്സ്ചർ മാറിപ്പോവും. കേക്ക് നമുക്ക് നന്നായി കിട്ടില്ല. കേക്ക് കുഴിഞ്ഞു പോകും. ഒരു 30 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം. ഇതുപോലെ ഒരു പാത്രം വെച്ച് അടച്ച് നല്ലൊരു വെയിറ്റ് വെച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഇതുപോലൊരു ഇടിക്കല്ലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നല്ല വെയിറ്റ് ഉള്ളതാണിത്. ഇനി 30 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് തുറന്നു നോക്കാം. ഇപ്പോൾ ഒരു 40 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഒരു 30 മിനിറ്റ്സ് ആയപ്പോഴേക്കും ഞാനിത് ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കിയപ്പോൾ അതിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം നമ്മുടെ കേക്ക് വെന്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായി വെന്തിട്ടുണ്ട്. സ്റ്റിക്കിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. ഇത് നമുക്ക് പുറത്തെടുക്കാം. ഇപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരറ്റ് കേക്കാണ്. ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. വളരെ സോഫ്റ്റാണ് ഈ കേക്ക്. പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെല്ലൈക്കണം ഓളും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം അപ്പോൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്